ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബിടെക് സിംപ്ലിഫൈഡ്. അപ്പം നമ്മൾ S4 മാത്സ്, അതായത് GB MAT 401 അല്ലെങ്കിൽ GC MAT 401, സിവിൽ, മെക്ക്, EC ബ്രാഞ്ചുകാർക്കൊക്കെ കോമൺ ആയിട്ട് S4 പഠിക്കാനുള്ള മാത്സ് ആണ് GB MAT 401. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രോബബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോബബിലിറ്റി ഫോർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പ്രോബബിലിറ്റിനെ കുറിച്ച് ബേസിക്സ് പറഞ്ഞായിരുന്നു. അതിന്റെ നോട്ട്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു എന്താണ് സാമ്പിൾ സ്പേസ് എന്താന്ന് പറഞ്ഞു അല്ലെ. സാമ്പിൾ സ്പേസ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ആദ്യം നമ്മൾ പറഞ്ഞത് സാമ്പിൾ സ്പേസ് ആയിരുന്നു. സാമ്പിൾ സ്പേസ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ഇങ്ങനെ എസ് കൊണ്ട് അല്ലെങ്കിൽ ഒമേഗ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. സാധാരണ നമ്മൾ എസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ. പിന്നെ ഇവന്റ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ്. ഇപ്പൊ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഉണ്ടാകുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഇതാണ് എന്ത്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം. ഇതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്കമ്മിനെ മാത്രമായിട്ട് നമ്മൾ എഴുതുമ്പോൾ കിട്ടും, നമുക്ക് ആ ഇവന്റ് കിട്ടും. അതായത് സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആണ് എന്ത്? ഇവന്റ്. ഇപ്പൊ ഹെഡ് എന്നുള്ള മാത്രം എലിമെന്റ് നമ്മൾ എടുത്ത് എഴുതുകയാണെങ്കിൽ ഇത് സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ അതൊരു ഇവന്റ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. സാമ്പിൾ സ്പേസും ഇവന്റും. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് റാൻഡം എക്സ്പെരിമെന്റ് ആണ് സാമ്പിൾ സ്പേസ്. സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എസ് ആണ് എന്ത്? ഇവന്റ്. ഓക്കെ. ഇനി നമ്മൾ റാൻഡം വേരിയബിളിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ റാൻഡം വേരിയബിൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഓരോ ഔട്ട്കമിനെ ഒരു റിയൽ നമ്പർ ആയിട്ട് മാപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ രണ്ട് കോയിന് ടോസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താ? HH, HT, TH, TT അല്ലെ. ഇത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിലും പഠിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. എക്സ് എന്താ? നമ്പർ ഓഫ് ഹെഡ്. ഓക്കെ, നമ്പർ ഓഫ് ഹെഡ്. അപ്പൊ നമ്പർ ഓഫ് ഹെഡ് ഈ ഔട്ട്കമിനെ ഏത് റിയൽ നമ്പർ ആയിട്ട് എനിക്ക് മാപ്പ് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ഹെഡ് ആണ് എന്റെ റാൻഡം വേരിയബിൾ. ഇതിന് നമുക്ക് രണ്ട് ഹെഡ് ലെവലാണ്. അപ്പൊ ഇതിന് 2 ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്പർ ഓഫ് ഹെഡ് എത്രയാണ്? 1. ഇവിടെ നമ്പർ ഓഫ് ഹെഡ് 1. ഇവിടെ നമ്പർ ഓഫ് ഹെഡ് 0. അപ്പോൾ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് ഏതൊക്കെയാ? 0, 1, 2 അല്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസും നമ്മൾ എഴുതി. ഓക്കെ. അപ്പൊ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, രണ്ട് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? രണ്ട് ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/4. ഒരു ഹെഡ് കിട്ടാനുള്ള ചാൻസ്, അപ്പൊ ഇത് രണ്ടും എടുക്കണം അല്ല, ഇതും വരും ഇതും വരും. അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ 1/2. 0 ഹെഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈല്, സോ ദാറ്റ് വിൽ ബി 1/4. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് എന്ന് എഴുതും, പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഇപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് എഴുതുന്നതിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ PMF, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ അതിന് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ് പറയാം. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്, എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് എ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. അപ്പോൾ റാൻഡം വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ റാൻഡം വേരിയബിൾ എന്തുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റും ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. പിന്നെ എന്തുണ്ട്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഹൈറ്റ് അതൊരു ഡിസ്ക്രീറ്റ് വാല്യൂ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഒരാളുടെ ഹൈറ്റ് 162.8 സെന്റിമീറ്റർ, അതിൽ പ്രിസിഷൻ കറക്റ്റ് വരണമെന്നില്ല, കാരണം എറർ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഇന്റർവെല്ലാണ് എന്ത് വാല്യൂ പറയാം. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും നമ്മൾ ഡിഫറൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചു? PMF കുറിച്ച് പഠിച്ചു. PMF എന്താ? ഓരോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ വാല്യൂസ് ഉണ്ട്, അതിനൊരു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി നമ്മൾ കൊടുക്കും. അതിന് നമ്മൾ എങ്ങനെ എഴുതുക? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് സ്മോൾ എക്സ് എന്നുള്ള വാല്യൂ ഉണ്ടാകുമ്പോഴുള്ള പ്രോബബിലിറ്റി, റാൻഡം വേരിയബിൾ സ്മോൾ എക്സ് എന്നുള്ള വാല്യൂ അക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രോബബിലിറ്റി ആണ് പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതിന് നമ്മൾ എഫ് ഓഫ് എക്സ് കൊണ്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദിസ് ഇസ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്തായിരുന്നു? സിഗ്മ എഫ്. ഓരോ പ്രോബബിലിറ്റീസും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പിന്നെ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എല്ലാ പ്രോബബിലിറ്റീസും കൂടി ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 1 കിട്ടണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പറഞ്ഞായിരുന്നു. അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദി ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് വാലിഡ്. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടി, അതായത് PMFന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എക്സും പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും തന്നിരിക്കുന്നുണ്ട്. കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി എന്തായിരുന്നടാ? നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി PMFന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്താ? ഓരോ എഫ് ഓഫ് എക്സുകൾ, ഓരോ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പിന്നെ സം ഓഫ് പ്രോബബിലിറ്റീസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എല്ലാം കൂടി കൂട്ടിയിട്ട് 1ന് ഇക്വേറ്റ് ചെയ്യണം അല്ലെ.
ഇവിടെ റാൻഡം വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാ? 0, 1, 2, 3. അപ്പോൾ പ്രോബബിലിറ്റി ഇവിടെ കെന്റെ ടേംസിലാണ്. അപ്പോൾ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 0. 0 എന്നുള്ള വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? k/2. അങ്ങനെ 1ന്റെ തന്നിട്ടുണ്ട്, 2ന്റെ തന്നിട്ടുണ്ട്, 3ന്റെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്താ? സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 അല്ലെ? സിഗ്മ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സിഗ്മ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടണം. അപ്പോൾ കൂട്ടിക്കോ, k/2 പ്ലസ് k/3 പ്ലസ് k പ്ലസ് 1/3 പ്ലസ് 2k മൈനസ് 1 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം? 6 ആക്കാം അല്ലേ? കോമൺ ഡിനോമിനേറ്റർ 6 ആക്കാം. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 6 ആക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ദിസ് വിൽ ബി 3k. ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ പ്ലസ് 2k. ഇവിടെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 2 ഇൻറ്റു k പ്ലസ് 1 അതെന്താ? 2k പ്ലസ് 2. പിന്നെ ഇത് കോമൺ ആണ് അല്ലേ? 2k മൈനസ് 1 ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോൾ പ്ലസ് 2k മൈനസ് 1 ഹോൾ ബൈ 6 ഈക്വൽ ടു 1. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3k യും 2k യും 5k 7k 9k അല്ലടാ 9k 9k പ്ലസ് 2 മൈനസ് 1 എന്താണ്? 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 1. അപ്പോൾ ഈ 6നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടും? 9k പ്ലസ് 1 ഈക്വൽ ടു 6 അല്ലെങ്കിൽ 9k ഈക്വൽ ടു 5. k ഈക്വൽ ടു 9/5. kന്റെ വാല്യൂ എന്താണ്? 9/5. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 9/5 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ പി എം എഫിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണ്? പി എം എഫിന് 2 പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. പി എം എഫിന്റെ 2 പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? പി എം എഫിന്റെ പ്രോപ്പർട്ടി എന്താണ്? പി എം എഫിന്റെ 2 പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. പി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം, അല്ല ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോസിബിൾ ഇവന്റ് ആണ്. ഓക്കെ. പിന്നെ ഉള്ള പ്രോപ്പർട്ടി എന്താണ്? സിഗ്മ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈസ് 1. അപ്പോൾ ഈ 2 പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിക് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. A random variable x has the following probability distribution. x ഇത് ക്യാപിറ്റൽ എക്സ് ആണ് കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ക്യാപിറ്റൽ എക്സ്. റാൻഡം വേരിയബിളിനെ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതിന്റെ ഓരോ വാല്യൂസിനെ നമ്മൾ സ്മോൾ എക്സ്, ഇതൊക്കെ സ്മോൾ എക്സുകളാണ് കേട്ടോ. ഇതൊക്കെ സ്മോൾ എക്സുകളാണ് അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദി ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നേരത്തെ പോലെ തന്നെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ദിസ് ഇസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ? ഇപ്പോൾ അതിന്റെ പ്രോപ്പർട്ടി എന്താ? സിഗ്മ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഓൾവേസ് ബി 1. അതായത് എല്ലാ പ്രോബബിലിറ്റീസും കൂടി കൂട്ടുമ്പോൾ 1 കിട്ടണം. അപ്പോൾ കൂട്ടിക്കോ. സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 1/10. അപ്പോൾ 1/10 പ്ലസ് -1ന് കറസ്പോണ്ടിങ് ആയിട്ട് 15k² പ്ലസ് 15k² പ്ലസ് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 1/5. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2k അല്ല 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2k 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 3/10 പ്ലസ് 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 3k ഈക്വൽ ടു 1. ഇനി ശ്രദ്ധിക്കണം ഏടാ, ഇവിടെ എന്തുണ്ട്? 3/10 ഉണ്ട്, ഇവിടെ 1/10 ഉണ്ട്. ഈ 1/5നെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ 1/5നെ ഞാൻ എന്ത് ചെയ്യാണ്? 2/10 എഴുതിക്കോട്ടെ. ഓക്കെ, കാരണം ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 1/5നെ ഞാൻ എന്ത് ചെയ്യുന്നു? 2/10 എന്ന് എഴുതുന്നു. ഓക്കെ, 2/10. സോ അതിനു മുമ്പ് 15k², k² വേറെ ടേം ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 15k² പ്ലസ് 2k ഉണ്ട് 3k ഉണ്ട്. അപ്പൊ എത്രയായി? 5k ആയില്ല? 5k പ്ലസ് 3/10 പ്ലസ് 2/10 എത്രയായി? 5/10 പ്ലസ് 1/10 എന്ന് പറയുമ്പോൾ 6/10 പ്ലസ് 6/10 ഈക്വൽ ടു 1. പ്രശ്നമില്ലല്ലോ. ഇനി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 15k² പ്ലസ് 5k ഈക്വൽ ടു 1 മൈനസ് 6/10 അല്ലെ? അല്ലെങ്കിൽ 15k² പ്ലസ് 5k ഈക്വൽ ടു 10 മൈനസ് 6 എത്രയാണ്? 4/10. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ക്വാഡ്രാറ്റിക് കിട്ടും. ക്വാഡ്രാറ്റിക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ബൈ 10. മൾട്ടിപ്ലൈ ബൈ 10 അപ്പൊ എന്ത് കിട്ടും? 150k² പ്ലസ് 15k ഈക്വൽ ടു 4.
അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും കൂടി മാറ്റി എഴുതാം. 150k² പ്ലസ് 15k മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പോൾ 2 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 75k² പ്ലസ് 25k മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് 75 ഇൻറ്റു -2. അപ്പോൾ -150 വേണം. ആഡ് ചെയ്യുമ്പോൾ 25. രണ്ട് നമ്പേഴ്സ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ. നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് 13 -5 എടുക്കാം അല്ലേ. 13 -5 എത്രയാണ്? 25. 13 ഇൻറ്റു -5 -150. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 75k² പ്ലസ് ഈ 25k ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, 13k മൈനസ് 5k മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് അല്ല ഇത് വേണം നേരെ എങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, 75k². ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? വെയിറ്റ്. നമുക്ക് ഇതിങ്ങനെ എഴുതാം. 75k² മൈനസ് 5k പ്ലസ് 30k മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. ഞാൻ ഒന്ന് തിരിച്ചെഴുതി. ഇവിടെ നിന്ന് എന്ത് എനിക്ക് കോമൺ ആക്കാൻ പറ്റും? 5 കോമൺ ആക്കാൻ പറ്റൂലേ? 5k കോമൺ ആക്കാൻ പറ്റും. ഇപ്പോൾ 75/5 എത്രയാണ്? 50 എന്നിട്ട് കേട്ടോ. 15k മൈനസ് 1 പ്ലസ് ഇവിടെ നിന്ന് എനിക്ക് എന്ത് കോമൺ ആക്കാൻ പറ്റും? 2 കോമൺ ആക്കാൻ പറ്റൂലടാ. 2 കോമൺ ആക്കാൻ പറ്റും ഇവിടെ അല്ലെ. അപ്പൊ എന്നിട്ട് 2 ഇൻറ്റു 15k മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ അല്ലടാ. ഇനി എന്ത് ചെയ്യാം? 15k മൈനസ് 1 കോമൺ ആക്കാം. അപ്പൊ എന്ത് കിട്ടും? 15k മൈനസ് 1 ഇൻറ്റു 5k പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 15k ഈക്വൽ ടു 1. അതാണ് ഒന്ന് അല്ലെ. 15k മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് k ഈക്വൽ ടു 1/15. 1/15 ആയിരിക്കും kന്റെ വാല്യൂ. k ഈക്വൽ ടു -2/5 ഇട്ടു. -2/5 ഇട്ടു. അത് റിജക്ട് ചെയ്യും. കാരണം എന്താ? പ്രോബബിലിറ്റി ആണ് k. അപ്പൊ k വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ kന്റെ വാല്യൂ എന്താണ്? 1/50. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഈ മേലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് ചലഞ്ച് എക്സാം ചോദിച്ചാണ്. S4 ചലഞ്ച് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അതിനു മുമ്പ് PYQ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. PYQ ആൻഡ് ഓൾസോ S4 ചലഞ്ച് കോഴ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. CQ എന്ന് എഴുതുന്നത് ചലഞ്ച് കോഴ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ബൈ ദിസ് തിങ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എക്സ്പെക്ടേഷനും വേരിയൻസും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പറ്റി പഠിക്കാം. ഓക്കെ, എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ ആൻഡ് എക്സ്പെക്ടേഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണ്? രണ്ടും ഹെഡ് വരാം അല്ലെ. അല്ലെങ്കിൽ ഒരു ഹെഡ് ഒരു ടൈല്, അല്ലെങ്കിൽ ആദ്യം ടൈല് പിന്നെ ഹെഡ് പിന്നെ രണ്ട് ടൈല്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ വരച്ചിരുന്നു. എക്സും പിന്നെ P ഓഫ് ക്യാപിറ്റൽ X ഈക്വൽ ടു സ്മോൾ എക്സ്. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? നമ്പർ ഓഫ് ഹെഡ് ആണ് എന്റെ റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പോൾ 0 ഹെഡ് വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. ഓക്കെ, അപ്പൊ 0 ആണെങ്കിൽ 0 ഹെഡ് എന്ന് പറഞ്ഞാൽ ഒക്കെ ടൈലാണ്. അപ്പൊ ദിസ് വിൽ ബി 1/4. ഒരു ഹെഡിന്റെ പ്രോബിലിറ്റി 1/2. 2 ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് 1/4. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ്, അതിന് നമ്മൾ എന്ത് പറയും? മീൻ എന്നും പറയും. അപ്പൊ നമ്മൾ മ്യൂ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എക്സ് എഴുതാറുണ്ട്. സോ ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എഴുതരാം. സിഗ്മ എക്സ് ഇൻറ്റു P ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് നമ്മൾ റാൻഡം വേരിയബിളിന്റെ ഓരോ വാല്യൂസിനെ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് സം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒരു വാല്യൂ 0, അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എത്രയാണ്? 1/4. സോ നമ്മൾ എന്ത് ചെയ്തു? 0 ഇൻറ്റു 1/4 പ്ലസ്. തീർന്നില്ല, ദിസ് ഇസ് സമ്മേഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത വാല്യൂ എന്താണ്? 1, അതിന്റെ പ്രോബിലിറ്റി 1/2. അപ്പോൾ 1 ഇൻറ്റു 1/2 പ്ലസ് അടുത്ത വാല്യൂ എത്രയാണ്? 2 ഇൻറ്റു 1/4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി 1/2 പ്ലസ് 2/4 എത്രയാണ്? 1/2 അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. ഇതാണ് എന്ത്? മീൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പറയണേ, സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ,
we have a probability distribution. സോ നമ്മുടെ റാൻഡം വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ക്യാപിറ്റൽ എക്സിനെ ഞാൻ x1 സ്മോൾ x1 x2 x3 എക്സെട്ര അപ് ടു xn വരെ ഉണ്ടെന്ന് വിചാരിക്കും. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സിനെ ഞാൻ p1 p2 p3 എക്സെട്ര അപ് ടു pn. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ഇ ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യും? മ്യൂ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, എക്സ് ഇൻറ്റു പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് വെർ എക്സ് വേരീസ് ഫ്രം 1 to n. സോ ഞാൻ ഇവിടെ എക്സ് ഐ എന്ന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ് ഐ ഇൻറ്റു പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഐ വേരീസ് ഫ്രം 1 to n. സോ ഇവിടെ ആദ്യം 1 കൊടുക്കുമ്പോൾ എന്ത് വരും? x1 ഇൻറ്റു പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു x1 വരും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ എക്സ്പെക്ടേഷൻ കിട്ടും. ഇനി എന്തുണ്ട്? വേരിയൻസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വിത്ത് സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് x1 x2 x3. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ആണ് എന്ത്? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഐ. അങ്ങനെയാണെങ്കിൽ അതിനെ സമ്മേഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഐ എടുത്താൽ നമുക്ക് മീന് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മളിവിടെ വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ. പ്രോപ്പർട്ടീസ് ഓഫ് ഇ ഓഫ് എക്സ് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. സോ ആദ്യത്തെ പ്രോപ്പർട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് വന്നാൽ ഈ കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇത് സിഗ്മയിൽ നിന്ന് വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താ? സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. അത് തന്നെയാണ് എന്ത്? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മയുടെ ഉള്ളിൽ നിന്ന് കോൺസ്റ്റന്റ് പുറത്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇവിടെ വാലിഡ് ആണ്. കെ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോപ്പർട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും കേട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ വന്നാല് നമുക്ക് ഈ പ്ലസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതോ ഈ സമ്മേഷന്റെ പ്രോപ്പർട്ടി എന്ന് വരുന്നതാ. സോ ദാറ്റ് വിൽ ബി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഇതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ നാലാമതായിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വന്നാൽ എ നമുക്ക് ആദ്യം പുറത്തെടുക്കാം. എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ എന്താ? ആ എക്സ്പെക്ടേഷൻ തന്നെ. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും, പിന്നെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ഓക്കെ, പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ബി. സോ എക്സ്പെക്ടേഷൻ ഓഫ് ബി എന്താണ്? അത് ബി തന്നെയാണ്. കാരണം എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്താ? ആ കോൺസ്റ്റന്റ് തന്നെ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. അപ്പൊ ഇതാണ് എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്ടേഷൻ. അത് സിഗ്മയിൽ നിന്ന് സമ്മേഷന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, സമ്മേഷൻ എന്നാണ് ഈ ഓരോ പ്രോപ്പർട്ടിയും വരുന്നത്. ഇനി നമുക്ക് എന്തുണ്ട്? വേരിയൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്. ഓക്കെ, വേരിയൻസ് എന്താ? സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഫ്രം മീൻ. മീനിൽ നിന്നുണ്ടാകുന്ന, അതായത് ഓരോ വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാം? മീന് സബ്ട്രാക്ട് ചെയ്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യാം. ഇങ്ങനെ നമ്മൾ പറയാം. നമ്മൾ പണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ എങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, അതായത് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് ദി സ്ക്വയർ ഡീവിയേഷൻ ഓഫ് എക്സ് ഫ്രം ദ മീൻ. ഓരോ വാല്യൂവിനെ മീനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം, എന്നിട്ട് സ്ക്വയർ ചെയ്യാം, ദെൻ സം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സോ നിങ്ങളിവിടെ എന്താണ്? വേരിയൻസ് ഓഫ് എക്സിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. വേരിയൻസ് ഓഫ് എക്സിനെ നമുക്ക് രണ്ട് ഡിനോട്ടേഷൻ ഉണ്ട്. വാർ ഓഫ് എക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സിന് വാർ ഓഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എക്സ് എഴുതാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് സിഗ്മ സ്ക്വയർ. ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇതെന്താ? സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഫ്രം മീൻ അല്ലെ? അതായത് മീനിൽ നിന്നുണ്ടാവുന്ന ഡീവിയേഷൻ, ഓരോ വാല്യൂസിനെ മീനും സബ്ട്രാക്ട് ചെയ്തു, ദെൻ സ്ക്വയർ ചെയ്തു. എന്നിട്ട് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? സമ്മേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ അല്ലടാ വേരിയൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ എന്ന് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് 2 മ്യൂ
ക്യാപിറ്റൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഇതൊക്കെ നമ്മൾ മേലെ പഠിച്ച പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 കോൺസ്റ്റന്റ്, 2 മ്യൂ കോൺസ്റ്റന്റ്, മ്യൂ എന്താ? ആവറേജാ. അപ്പൊ ഇതൊരു നമ്പറാ. അപ്പൊ 2 മ്യൂ നമുക്ക് പുറത്താക്കാൻ പറ്റും. ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ്, ഇതെന്താണ്? ഇത് മ്യൂ സ്ക്വയർ ആണ് കേട്ടോ, ഇത് മ്യൂ സ്ക്വയർ ആണ്. ഓക്കെ, പ്ലസ് മ്യൂ സ്ക്വയർ, ദിസ് ഇസ് മ്യൂ സ്ക്വയർ, ദിസ് ഇസ് ഓൾസോ മ്യൂ. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിനെ തന്നെ നമ്മൾ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഓൾസോ മ്യൂ. സോ ദിസ് വിൽ ബി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 മ്യൂ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താടാ? അത് മ്യൂ തന്നെ. അപ്പോൾ ദിസ് വിൽ ബി മ്യൂ സ്ക്വയർ അല്ലേ, പ്ലസ് മ്യൂ സ്ക്വയർ. അപ്പോൾ ഇതെന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എന്നായില്ലടാ, മൈനസ് മ്യൂ സ്ക്വയർ. അപ്പൊ ഈ മ്യൂ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പോൾ തിരിച്ചു കൊടുക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് എന്ത്? വേരിയൻസ്. വേരിയൻസിന് ഈ രണ്ട് ഫോർമുല ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് വേരിയൻസ്. ഇതിനെ ഞാൻ സിഗ്മ സ്ക്വയർ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ വേരിയൻസും പഠിച്ചു നമ്മൾ, മീനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ വേരിയൻസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. വേരിയൻസ് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനൊക്കെ എ എക്സ് എന്ന് ചെയ്യുന്നതിന് ഓപ്പറേഷൻ നമ്മൾ എന്താ പറയാ? സ്കെയിലിംഗ് എന്നാ പറയാ. ഓക്കെ, സ്കെയിലിംഗ്. ഇപ്പൊ വേരിയൻസ് സ്കെയിലിങ്ങിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? ഷിഫ്റ്റിംഗ് എന്നാ പറയാ. സോ നിങ്ങളിപ്പോ ഈസി സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും സിഗ്നൽ സയൻസ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഒരു സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്കെയിൽ ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്നില്ല? വേരിയൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്കെയിൽ ചെയ്യുന്നതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എ വെച്ച് ഇപ്പോൾ വേരിയൻസ് ഓഫ് എ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്താ? എ സ്ക്വയർ ടൈംസ് ആയിട്ട് മാറും. ഇതിന്റെ പ്രൂഫ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. എ സ്ക്വയർ ടൈംസ് വേരിയൻസ് ഓഫ് എക്സ്. ആഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നില്ല? പ്ലസ് ബി, അതിനെ വേരിയൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുമ്പേ നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എക്സ്, അതെന്തായിരുന്നു? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് സ്മോൾ എക്സ് വരെയുള്ള വാല്യൂസിന്റെ പ്രോബബിലിറ്റീസ് നമ്മൾ സം ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ചില സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് റാൻഡം വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്തായിരിക്കും? എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിനെന്താ? ദിസ് വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി എന്താണ്? അവിടെ വരെ വേറൊന്നും നമുക്ക് ആഡ് ചെയ്യാനില്ലല്ലോ. സോ അതിന്റെ ഇതെന്തായിരിക്കും? ആഡ് ചെയ്യാനൊന്നുമില്ല. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്തായിരിക്കും? അപ്പോൾ 0 ആയിരിക്കും. ഓക്കെ, കാരണം ഈ എക്സ്ട്രീം എൻഡിലാണുള്ളത്. ഓക്കെ, വി ആർ അറ്റ് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ദിസ് വിൽ ബി ഇൻഫിനിറ്റി. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്തൊക്കെ 0 ആയിരിക്കും. ഇനി എഫ് ഓഫ് ഇൻഫിനിറ്റി എന്താ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്ത് വരികയാണ്. എഫ് ഓഫ് ഇൻഫിനിറ്റി എന്താ? ലാസ്റ്റ് എൻഡ് തന്നെ. അപ്പൊ എല്ലാം കൂടി പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് 1 ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സി ഡി എഫിന്റെ വാല്യൂ 0ന്റെ 1ന്റെ ഇടയിലായിരിക്കും. ഓക്കെ, പിന്നെ എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എ ലെസ് ദാൻ ബി ആയിരിക്കണം. ഓക്കെ, കാരണം നമ്മൾ ഇത് ആഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ബി വലുതായ മാത്രമേ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുള്ളൂ. അതായത് സി ഡി എഫ് എന്താണ്? നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, അങ്ങനെയും പറയാനാണ്. പിന്നെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ 0 ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ഇതൊരു പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ. റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3, 4. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ ഇറക്കുന്നതാണ് എന്നും നല്ലത്. ഓക്കെ, സോ വി വിൽ ഡ്രോ എ ടേബിൾ വിത്ത് the values of the random variable and corresponding probabilities. Okay അല്ലടാ? സോ എക്സും ഉണ്ട്, അതേപോലെ എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്താ? അതിന്റെ പ്രോബബിലിറ്റി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, എഫ് ഓഫ് സ്മോൾ എക്സ്. ഇപ്പൊ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് ഏതൊക്കെയാ?
എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ് 1 2 3 4. ഓക്കെ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? കെ എക്സ് സ്ക്വയർ അതിൽ കൊടുക്കണം. 1 ആവുമ്പോൾ എന്താ എഫ് ഓഫ് 1 എന്താ അവിടെ കെ ഇൻറ്റു 1 സ്ക്വയർ, അപ്പൊ അത് കെ. ഇനി എഫ് ഓഫ് 2 എന്താ കെ ഇൻറ്റു 2 സ്ക്വയർ, അത് 4 ആണ്, ദാറ്റ് വിൽ ബി 4k. ഇനി എഫ് ഓഫ് 3 എന്താ കെ ഇൻറ്റു 3 സ്ക്വയർ, ദാറ്റ് വിൽ ബി 9k. ഇനി എഫ് ഓഫ് 4 എന്താ കെ ഇൻറ്റു 4 സ്ക്വയർ, ദാറ്റ് വിൽ ബി 16k. അപ്പൊ ഇതൊക്കെ കൂടി ഇവിടെ എഴുതിക്കോ. 1 ആവുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി കെ, 2 ആവുമ്പോൾ 4k, 3 ആവുമ്പോൾ 9k, 4 ആവുമ്പോൾ 16k. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വാല്യൂ ഓഫ് കെ. വാല്യൂ ഓഫ് കെ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വാല്യൂ ഓഫ് കെ. വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാൻ ഒറ്റ മെത്തേഡ് ഉള്ളൂ, സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, സോ ദാറ്റ് വിൽ ബി കെ പ്ലസ് 4k പ്ലസ് 9k പ്ലസ് 16k ഈക്വൽ ടു 1. അപ്പൊ ഇതെന്താണ് 16 4 20 29 30, 13k ഈക്വൽ ടു 1, k ഈക്വൽ ടു 1/10. ഇനി ഇവിടെ എല്ലാം എന്ത് ചെയ്യണോ, ആ വാല്യൂസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, വാല്യൂസ് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയായിരുന്നു എഫ് ഓഫ് 1 എത്രയായിരുന്നു, എഫ് ഓഫ് 1 കെ തന്നെ. അപ്പൊ കെന്റെ വാല്യൂ എത്രയാ 1/10. ഓക്കെ, 2 ആവുമ്പോൾ എന്താണ് 2 ആവുമ്പോൾ 4k, അപ്പൊ 4/10. 4/10 എന്ന് പറഞ്ഞാൽ ഞാൻ 4/10 തന്നെ എഴുതാട്ടോ, അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ട് എഴുതി പോവാം. പിന്നെന്താ ഫർദർ സിംപ്ലിഫൈ ചെയ്യണ്ട. എഫ് ഓഫ് 3 എന്താ 9k. 9k എന്ന് പറഞ്ഞാൽ എന്താ 9/10. Sorry, this is not 1/10. I got a silly mistake here. K equal to 1/13 ആണ്. Okay, K equal to 1/30. 1/30. So this is, you have to put substitute values carefully. Okay, otherwise you will get mistake. So this is 1/13. This is 2/13. This is 9/13 and this is 16/13. അപ്പൊ നമ്മൾ ചെയ്തത് ഇത് 4/13 ആണ് കേട്ടോ. എഫ് ഓഫ് 2 എന്താ 4k ആയിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ 1 ഇട്ടെന്ന് നോക്കണം. 16 4 20 29 30. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും നമ്മൾ എഴുതി. അപ്പൊ ഇതെന്തായി പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF കംപ്ലീറ്റ് ആയി. നമുക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ്, അത് ഉദ്ദേശിച്ചത് എന്താ CDF ഉദ്ദേശിച്ചത്. അപ്പൊ CDF കാണാൻ എന്ത് ചെയ്യണം, എക്സും എഫ് ഓഫ് എക്സും വേണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് 1 കാണാം. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ 1 വരെയുള്ള വാല്യൂസ്, കാരണം 1 എന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 1 തന്നെയാണ്. അതെന്താ കെ. ഞാനിവിടെ തൽക്കാലം കെ എന്ന് തന്നെ എഴുതുന്നുണ്ട് കേട്ടോ, അല്ലേ വേണം നമുക്ക് 1/30 എന്ന് എഴുതാം. ഓക്കെ, 1/30. പിന്നെന്താ ഇനി എഫ് ഓഫ് 2. എഫ് ഓഫ് 2 എന്താ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ എല്ലാം കൂടി പറയുന്നുണ്ട് കേട്ടോ, ഇത് ജസ്റ്റ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയി പറയുന്നത്. ഓക്കെ, 1/10 1/13 4/13. ദിസ് വിൽ ബി എന്താ 5/13. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യണ്ട കേട്ടോ അവിടെ കേട്ടെ. പിന്നെ എഫ് ഓഫ് 3 എന്താ, എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണോ 1/13 പ്ലസ് 4/13 പ്ലസ് 9/13. അതെന്താണ് 9 1 10 14 14/30 അല്ല 14/30. ഇനി എഫ് ഓഫ് 4 എന്താ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 1 ആയിട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് CDF ഫംഗ്ഷൻ ഒരു ടേബിൾ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ടേബിൾ ആയിട്ട് എഴുതുന്നതാണ് എക്സും എഫ് ഓഫ് എക്സും അല്ല. വാല്യൂസ് ഏതൊക്കെയാ 1 2 3 4. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/13, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 5/13. ഓക്കെ, പിന്നെ 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 14/13, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 1. അപ്പൊ ഈ എൻഡത്തെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റിയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ഫംഗ്ഷൻ ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എക്സ് ഈക്വൽ ടു ലെസ് ദാൻ 1ന് ഇവിടെ പ്രോബബിലിറ്റീസ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം 0 വെൻ എക്സ് ലെസ് ദാൻ 1. ഇനി 1ന്റെയും 2ന്റെ ഇടയിലുള്ള ഏത് വാല്യൂ ആണെങ്കിലും പ്രോബബിലിറ്റി എന്താ 1/13 ആണ്. ഓക്കെ, 1/13 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. ഓക്കെ, ഇനിയോ 2 മുതൽ 3 വരെ ഉള്ളതോ 5/13 ആണ്. ഓക്കെ, 5/13 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. ഇനിയോ 14/13 ആണെന്ത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4. ഇനി 1 ആണെന്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നതാണ് നമ്മൾ എന്താ പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഈ ടേബിൾ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആയിട്ട്
പീസ് വൈസ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഇതാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഫർദർ പാർട്സ് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/3, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ലെക്ചറിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ലെക്ചറിന്റെ ഫീഡ്ബാക്സ് നിങ്ങൾ അറിയിക്കുക. ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നോ? ഫാസ്റ്റ് പേസ്ഡ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഈ സ്പീഡ് തന്നെ മതിയെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് പറയാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സീരീസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് S4 സ്റ്റുഡൻസിന്. ഓക്കെ, സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.